ബാങ്കുകളിൽ നിന്ന് വായ്പ എടുക്കുകയും പിന്നെ അത് തിരിച്ചടയ്ക്കാതിരിക്കുകയും ചെയ്യുന്ന നിരവധി കമ്പനികളുണ്ടെന്ന ആരോപണങ്ങൾ ശക്തമാണ്. ഈ പ്രവണതയുടെ മറ്റൊരു രൂപമാണ് ബാങ്കുകളിൽ നിന്ന് വൻതോതിൽ വായ്പ എടുത്ത ശേഷം അത് വളരെ കുറഞ്ഞ തുകയ്ക്ക് സെറ്റിൽ ചെയ്യുന്നത്. രാജ്യത്തിന്റെ സർക്കാർ സ്ഥാപനമായ NRCയിലും സമാനമായൊരു സംഭവം നടന്നുവെന്നാണ് ആരോപണം. അക്സൺ ഗ്ലോബൽ എന്ന കമ്പനിയുടെ 2172 കോടി രൂപയുടെ കടം വെറും 579 കോടി രൂപയ്ക്ക് സെറ്റിൽ ചെയ്തുവെന്നാണ് ആരോപണം. ഇതിന് സമാനമായ ഒരു കേസ് ഡൽഹിയിലെ ഭികാജി കാമ പ്ലേസിലുള്ള പ്രശസ്തമായ ഹയാത്ത് റീജൻസി ഹോട്ടൽ സംബന്ധിച്ചും ഉണ്ടായിട്ടുണ്ട്. ഡൽഹിയിലെ ഭികാജി കാമ പ്ലേസിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായൊരു ഹോട്ടലാണ് ഹയാത്ത് റീജൻസി. ഒരു കാലത്ത് ഈ ഹോട്ടലിന് 6 ബാങ്കുകളിൽ നിന്നുള്ള വൻകിട വായ്പാ ബാധ്യതകളുണ്ടായിരുന്നു. ബാങ്കുകളുടെ വായ്പ തിരിച്ചടയ്ക്കാൻ കഴിയാതെ വന്നതോടെ ഹോട്ടൽ ജപ്തി നടപടികളുടെ വക്കിലെത്തി. തുടർന്ന് ഹോട്ടൽ ബാങ്കുകളോട് വായ്പാ സെറ്റിൽമെന്റിനുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചു. സെറ്റിൽമെന്റ് നടപടികളുടെ ഭാഗമായി 2021 2 വ്യത്യസ്ത മൂല്യനിർണ്ണയ ഏജൻസികൾ ഹയാത്ത് റീജൻസി ഹോട്ടലിന്റെ മൂല്യം യഥാക്രമം 2600 കോടിയും 2651.39 കോടിയും കണക്കാക്കിയിരുന്നു. എന്നാൽ വൺ ടൈം സെറ്റിൽമെന്റ് നടപടികൾ ആരംഭിച്ചപ്പോൾ ഹോട്ടലിന്റെ മൂല്യം 750 കോടി മുതൽ 865 കോടി വരെയായി മാത്രമാണ് വിലയിരുത്തപ്പെട്ടത്. അതായത് യഥാർത്ഥ മൂല്യത്തിന്റെ 1/3 താഴെ. ഇതോടെ വിഷയം സുപ്രീം കോടതിയിലേക്ക് എത്തി. തുടർന്ന് വായ്പാ സെറ്റിൽമെന്റിന് തൊട്ടുമുൻപ് സുപ്രീം കോടതി ചില നിർണായക രേഖകളും വിവരങ്ങളും ആവശ്യപ്പെട്ടു. ഹയാത്ത് റീജൻസി ഹോട്ടലിന്റെ മൂല്യനിർണ്ണയ റിപ്പോർട്ടുകൾ, ബാങ്കുകളുടെ യഥാർത്ഥ രേഖകൾ, കുടിശ്ശിക തുകകളുടെ വിശദാംശങ്ങൾ എന്നിവ സമർപ്പിക്കാൻ കോടതി നിർദ്ദേശിച്ചു. ഹോട്ടലിന്റെ വായ്പാ സെറ്റിൽമെന്റ് നടന്ന തുക യുക്തിസഹമാണോ എന്ന് പരിശോധിക്കുകയായിരുന്നു ലക്ഷ്യം. രാജ്യത്തെ പരമോന്നത കോടതിയായ സുപ്രീം കോടതി ഹയാത്ത് റീജൻസി വൺ ടൈം സെറ്റിൽമെന്റ് കേസിൽ രേഖകളും വസ്തുതകളും പരിശോധിക്കുമ്പോൾ സർക്കാർ സ്ഥാപനമായ NRCയിൽ എന്തുകൊണ്ടാണ് ആക്സൺ ഗ്ലോബൽ കേസിൽ സമാനമായ പരിശോധന നടത്താൻ തയ്യാറാകാതിരുന്നതെന്നും അത്തരമൊരു അന്വേഷണം നടത്തുന്നതിൽ നിന്ന് അവരെ തടഞ്ഞതാരായിരുന്നു എന്ന ചോദ്യവും ഉയരുകയാണ്. ആക്സൺ ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പ്രൊമോട്ടറായ അപ്രേഷ് ഗർഗിൽ നിന്ന് NRCലിന് 2172 കോടി രൂപ വീണ്ടെടുക്കാനുണ്ടായിരുന്നു. എന്നാൽ സർക്കാർ സ്ഥാപനമായ NRCൽ വെറും 579 കോടി രൂപയ്ക്കാണ് അപ്രേഷ് ഗർഗുമായി വായ്പാ സെറ്റിൽമെന്റ് നടത്തിയത്. ഇതിലൂടെ പൊതുജനങ്ങളുടെ പണത്തിൽ ഏകദേശം 1600 കോടിയുടെ നഷ്ടമുണ്ടായെന്നാണ് ആരോപണം. പൊതുപണം നഷ്ടപ്പെടുന്ന രീതിയിൽ NRCൽ നിയമങ്ങളും നടപടിക്രമങ്ങളും ലംഘിച്ചോ എന്നാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന ആരോപണം. വായ്പാ സെറ്റിൽമെന്റിനായി സർക്കാർ സ്ഥാപനമായ NRCൽ ഒരു കമ്പനിക്കും ടെൻഡർ സമർപ്പിക്കാനുള്ള അവസരം നൽകിയില്ല. NRCൽ വില കണ്ടെത്തൽ നടപടികൾ സ്വീകരിച്ച് ലേലം ക്ഷണിച്ചിരുന്നുവെങ്കിൽ 579 കോടിക്ക് പകരം 1000 കോടിയോ 1500 കോടിയോ അതിലധികമോ തുക വാഗ്ദാനം ചെയ്യുന്ന ബിൽഡർമാർ മുന്നോട്ട് വന്നേനെ എന്നാണ് ഉയരുന്ന ആരോപണം. ഹയാത്ത് റീജൻസി കേസിൽ തന്നെ 2 ബിൽഡർമാർ 2600 കോടി വരെയുള്ള ഓഫറുകൾ നൽകിയിരുന്നു. എന്നാൽ ആക്സൺ കേസിൽ NRCൽ മറ്റാർക്കും ലേലം സമർപ്പിക്കാനുള്ള അവസരം നൽകിയില്ല. വായ്പാ സെറ്റിൽമെന്റ് നടപടികളിൽ സ്വകാര്യ ആസ്തി പുനരുദ്ധാരണ കമ്പനികൾ പലപ്പോഴും വിമർശനങ്ങൾക്ക് വിധേയമാകാറുണ്ട്. എന്നാൽ ഇത്തവണ ചോദ്യങ്ങളുടെ കേന്ദ്രത്തിൽ നിൽക്കുന്നത് സർക്കാർ സ്ഥാപനമായ NRCയിലാണ്. വായ്പാ സെറ്റിൽമെന്റിന് മുൻപ് ടെൻഡർ ക്ഷണിക്കാതിരിക്കാൻ എന്ത് തരത്തിലുള്ള സമ്മർദ്ദമാണ് ഉണ്ടായിരുന്നതെന്നും അതിലൂടെ പൊതുജനങ്ങളുടെ പണത്തിന് നഷ്ടമുണ്ടായോ എന്ന ചോദ്യങ്ങൾക്കുമാണ് ഇപ്പോൾ ഉത്തരങ്ങൾ തേടുന്നത്. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.